എല്ലാവർക്കും യു കെ എഡ്യൂസോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്നുള്ള ഒരു ഭാഗത്തിനകത്ത് വരുന്ന ജോബ് ഇവാല്യുവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ജോബ് ഇവാല്യുവേഷൻ എന്താണ്, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോബ് ഇവാല്യുവേഷൻ്റെ മെത്തഡുകളൊക്കെയുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാം. എല്ലാ ദിവസവും ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ജോബ് ഇവാല്യുവേഷൻ. ജോബ് ഇവാല്യുവേഷൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ജോബിൻ്റെ റിലേറ്റീവ് വർത്ത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജോബ് ഇവാലുവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വേജ് റേറ്റ്, ജോബിൻ്റെ വേജ് റേറ്റ് നിശ്ചയിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ജോബിൻ്റെ റിലേറ്റീവ് വർത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതായത് കമ്പയറിങ് ദ റിലേറ്റീവ് വർത്ത് ഓഫ് ജോബ് വിത്ത് അനദർ ജോബ്. ഒരു ജോബ് മറ്റൊരു ജോബുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു ജോലിയുടെ റിലേറ്റീവ് വർത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജോബ് ഇവാല്യുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് എ ജോബ് ഇവാല്യുവേഷൻ. ഇൻ സിമ്പിൾ ടേംസ്, ജോബ് ഇവാല്യുവേഷൻ ഈസ് ആൻ ഓർഡർലി ആൻഡ് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഇവാല്യുവേറ്റിംഗ് ദ ജോബ്. ജോബ് ഇവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ജോബ് വളരെ കൃത്യമായിട്ട് ജോബിനെ ഇവാല്യുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജോബ് ഇവാല്യുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഡറിൽ ഇവിടെ റിലേറ്റീവ് വർത്ത് എന്നുള്ള ഒരു ടേം നമ്മൾ ഓർമ്മിച്ച് കൊടുക്കുക. റിലേറ്റീവ് വർത്ത്, ജോലിയുടെ റിലേറ്റീവ് വർത്ത് എന്നുള്ളത് ഇവാല്യുവേറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷനകത്തുള്ള ജോബിൻ്റെ റിലേറ്റീവ് വർത്ത് ഇവാല്യുവേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനകത്ത് സാലറി സ്ട്രക്ചർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇക്വിറ്റബിൾ വേജസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ജോബ് ഇവാല്യുവേഷൻ നടത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ എക്സാമിനൊക്കെ ചോദിച്ച ഡെഫിനിഷൻ കൂടി നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി വെക്കണം. 1-2 ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എഡ്വിൻ ബി ഫ്ലിപ്പോൺ ഡെഫിനേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ജോബ് ഇവാല്യുവേഷൻ ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി പ്രോസസ് ഓഫ് മെഷറിംഗ് ദ വർത്ത് ഓഫ് ജോബ് ഇൻ റിലേഷൻ ടു അതർ ജോബ്. മറ്റ് ജോലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓരോ ജോലിയുടെയും റിലേറ്റീവായിട്ട് വർത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജോബ് ഇവാല്യുവേഷൻ എന്നുള്ളത്. അതാണ് എഡ്വിൻ ബി ഫ്ലിപ്പോൻ്റെ ഡെഫിനേഷനകത്ത് പറയുന്നത്. ഓക്കെ, പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഡേൽ യോർഡൻ്റെ ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ജോബ് ഇവാല്യുവേഷൻ ഈസ് എ പ്രാക്ടീസ് വിച്ച് സീക്സ് ടു പ്രൊവൈഡ് എ ഡിഗ്രി ഓഫ് ഒബ്ജക്റ്റിവിറ്റി ഇൻ മെഷറിംഗ് ആൻഡ് കമ്പയറിംഗ് ദ വാല്യൂ ഓഫ് ജോബ്. ഇവിടെ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. അതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് റിലേറ്റീവ് വർത്ത് കണ്ടുപിടിക്കുന്നു എന്നുള്ള. കമ്പയറിംഗ് ദ വാല്യൂ ഓഫ് ദ ജോബ് വിത്തിൻ an organization and among similar organizations, it is essentially a job rating process, not unlike the rating of employers. ജോബിനെ റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ജോബ് ഇവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ, എംപ്ലോയീസിന് അല്ല. ഇതിന് മറ്റൊരു ഡെഫിനേഷൻ കൂടി നോക്കാം. ഇൻ്റർനാഷണൽ ലേബർ ഓഫീസ് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ കൂടി നമുക്ക് നോക്കാം. Job evaluation is an attempt to determine and compare the demands with the normal performance of a particular job, make a normal worker without taking into account the individual abilities or performance of workers concerned. അതായത് വർക്കറിൻ്റെ ഇൻഡിവിജ്വൽ എബിലിറ്റീസ്, അതുപോലെ തന്നെ വർക്കറിൻ്റെ പെർഫോമൻസ് അതൊന്നും പരിഗണിക്കാതെ തന്നെ ആ ഒരു ജോലിയുടെ നോർമൽ പെർഫോമൻസ് എന്താണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജോബ് ഇവാലുവേഷൻ എന്നുള്ള അങ്ങനെ ഡെഫിനേഷൻ. അതിനകത്ത് സിമ്പിളായിട്ട് ഡെഫിനേഷൻ എഡ്വിൻ ബി ഫ്ലിപ്പോൺ ഡെഫിനേഷൻ അതിനകത്ത് സിമ്പിളായിട്ട് ഉള്ളത് എന്താണ്? ജോബ് ഇവാലുവേഷൻ ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി പ്രോസസ് ഓഫ് മെഷറിംഗ് ദ റിലേറ്റീവ് വർത്ത് അല്ലെങ്കിൽ വർത്ത് ഓഫ് ജോബ് ഇൻ റിലേഷൻ ടു അതർ ജോബ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനേഷനിലൊക്കെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക് ഫോർ ഡിറ്റർമിനിങ് ആൻഡ് പേ റേറ്റ്സ് ഫോർ ജോബ്. ഇറ്റ് ഈസ് നോട്ട് റേറ്റിംഗ് എ പേഴ്സണൽ ഹു ആർ പെർഫോമിങ് ദ ജോബ്. അത് ജോലി ചെയ്യുന്ന ആൾക്കാരെ റേറ്റ് ചെയ്യുന്നതല്ല ജോബ് ഇവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ. ജോബിനെ ഇവാല്യുവേറ്റ് ചെയ്യും,
ചെയ്യുന്നതാണ്. ഡിറ്റർമിൻ ദ പേ റേറ്റ് ഫോർ ഓഫ് എ ജോബ്. ആ ജോബിൻ്റെ പേ റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ജോബ് ഇവാലുവേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഇവിടെ പറയുന്നുണ്ട് ജോബ് ഇവാലുവേഷൻ്റെ. വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റീവ്സിലൂടെ കടന്നു പോകാം. ഒന്ന്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ജോബ് ഇവാലുവേഷൻ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസിസ്റ്റൻറ്റ് വേജ് പോളിസി നിർണ്ണയിക്കുക. വേജ് പോളിസി നിർണ്ണയിക്കുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ദെൻ ജോബ് ഇവാലുവേഷൻ ഹെൽപ്സ് ഇൻ ഫിക്സിങ് ദ വേജ് റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു സാലറി സ്ട്രക്ചർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് ഇവാലുവേഷൻ അനിവാര്യമായിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേജ് കോൺട്രവേഴ്സീസ് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. ടു സിംപ്ലിഫൈ ദ നെഗോഷിയേഷൻ ബിറ്റ്വീൻ ദ ലേബർ യൂണിയൻ ആൻഡ് മാനേജ്മെൻറ്റ് കൺസേൺ വിത്ത് വേജ് സ്ട്രക്ചർ. ഓക്കെ, നെഗോഷിയേഷൻ ബിറ്റ്വീൻ ദ ലേബർ യൂണിയൻ ആൻഡ് മാനേജ്മെൻറ്റ് കൺസേൺ. കാരണം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ജോലിയെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്നുള്ള സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ദെൻ നാലാമത്തെ, ടു കണ്ടക്ട് വേജ് സർവേസ് ആൻഡ് കമ്പയർ ദ വേജ് സ്ട്രക്ചർ. വേജ് സർവേസ്, വേജ് സ്ട്രക്ചേഴ്സ് ഇതൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതാണ് ജോബ് ഇവാലുവേഷൻ എന്നുള്ളത് സഹായിക്കുന്നുണ്ട്. ഇറ്റ് എയിം ടു ഫിക്സ് ദ വേജ് റേറ്റ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻസ്. വേജ് റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ആറാമത്തെ, ടു ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഫോർ സെലക്ടിങ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നതിന് അതിനകത്തും ജോബ് ഇവാലുവേഷൻ എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. ദെൻ ടു എസ്റ്റാബ്ലിഷ് ദ റാഷണൽ ബേസിസ് ഫോർ ഇൻസെൻറ്റീവ്സ് ആൻഡ് ബോണസ് സ്കീംസ്. അതായത് വളരെ യുക്തിപരമായിട്ട് രീതിയിലകത്ത് ഇൻസെൻറ്റീവ്സും ബോണസും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും എന്താണ് ജോബ് ഇവാലുവേഷൻ എന്നുള്ളത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ദെൻ ടു ഫിക്സ് സെയിം വേജ് ഫോർ സെയിം ലെവൽ ഓഫ് വർക്ക് ഇൻ ഓർഗനൈസേഷൻ. കാരണം ഇവിടെ ജോബിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരേ ജോലിനകത്ത് സെയിം ലെവൽ ഓഫ് വർക്കിനകത്ത് സെയിം വേജ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ദ വേജ് ഡിസ്ക്രിമിനേഷൻ. അതിനകത്തൊരു വിവേചനമായ രീതിയിൽ പെരുമാറുന്നതിന് തടയാൻ വേണ്ടിയിട്ടും അത് വയസ്സിൻ്റെയോ അതുപോലെ തന്നെ കാസ്റ്റ്, റീജിയൻ, റിലീജിയൻ, സെക്സ് ഇതിൻ്റെ ബേസിനൊക്കെയുള്ള ഒരു വേജ് ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അതാണിത് ഒരു പരിധിവരെ സഹായിക്കുന്നത്. അങ്ങനെ കുറച്ച് ഒബ്ജക്റ്റീവ്സാണ് ജോബ് ഇവാലുവേഷനകത്ത് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. ദെൻ നമുക്കതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്കാണ്. പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഇതാണ് ടെക്നിക് ഓഫ് ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മെത്തേഡ്സും ഇതിൻ്റെ തുടർച്ചയായിട്ട് മെത്തേഡ്സും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ടെക്നിക് ഓഫ് ജോബ് ഇവാലുവേഷൻ എന്തൊക്കെയാണുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Job evaluation is a process or technique used for evaluating the job to determine the wage rate. Wage rate നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ജോബ് ഇവാലുവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദർ ഇസ് നോ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോസസ് ഫോർ ജോബ് ഇവാലുവേഷനകത്ത് ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഫോം ഇല്ല. പക്ഷെ നമ്മുടെ പ്രോസസ് ഓർ ടെക്നിക് പ്യൂർലി ഡിപ്പെൻഡ് അപ്പോൺ ദ ഓർഗനൈസേഷൻ്റെ നീഡ്സിന് അനുസൃതമായിട്ടായിരിക്കും ഇത് ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനറലി ദ പ്രോസസ് ഓഫ് ജോബ് ഇവാലുവേഷനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സാധാരണ ഉള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം. ആക്സെപ്റ്റൻസ് ബൈ ഓൾ. ദ ജോബ് ഇവാലുവേഷൻ ഈസ് ടു ബി ആക്സെപ്റ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ്, എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻ. മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്യണം, ജോബ് ഇവാലുവേഷനെ കുറിച്ച് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. It can be obtained through the communication and participation. The aim and benefit of job evaluation should be explained to them through the ബുക്ക്ലെറ്റ്സ് വഴിയോ അല്ലെങ്കിൽ ലെറ്റേഴ്സ് വഴിയോ അല്ലെങ്കിൽ കോൺഫറൻസ് വഴിയോ അതിൻ്റെ പ്രാധാന്യമൊക്കെ ഈ എല്ലാ ആൾക്കാരിലേക്കും എത്തിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് വരുന്നത്. രണ്ടാമത്തെ, ഫോർമേഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി. കാരണം ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റി ഫോം ചെയ്യുക എന്നുള്ളതാണ്. എ സിംഗിൾ പേഴ്സൺ ഈസ് നോട്ട് ഏബിൾ ടു ഇവാലുവേറ്റ് ഓൾ ജോബ്സ് ഒബ്ജക്റ്റീവ്ലി. ഒരു വ്യക്തിക്ക് എന്തായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അന്നൊരു കമ്മിറ്റി നമ്മൾ ഫോം ചെയ്യുന്നു. സോ ഫോർ ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ ഓഫ് ജോബ് എ കമ്മിറ്റി ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാവും മാനേജ്മെൻറ്റ് വർക്കേഴ്സ്, എക്സ്പേർട്സ്, ഇതൊക്കെ തന്നെ ഈ കമ്മിറ്റീൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ അതിനകത്ത് മൂന്നാമത്തെ പറയുന്നത് സെലക്ഷൻ
ഓഫ് ജോബ് ഫോർ ഇവാലുവേഷൻ. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ജോബ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് വരുന്നത്. All job cannot be evaluated since the time and money is limited. So therefore only some key jobs are selected from the department of evaluation. The key jobs are then evaluated in detail and other jobs are compared with the key jobs. അതായത് ഒരു ഓർഗനൈസേഷനകത്തുള്ള മുഴുവൻ ജോലിയും, ഒരു ലാർജ് സ്കെയിൽ ഓർഗനൈസേഷനകത്തുള്ള മുഴുവൻ ജോലിയും ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് അത് പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അല്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള ജോബുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇവാലുവേറ്റ് ചെയ്ത് മറ്റ് ജോലിയുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഏതൊക്കെ ജോബ്സാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രോസസ്സിനകത്ത് വരുന്നത്. ദെൻ മറ്റൊരു ടേമാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള. ചിലപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് എക്സാമിനൊക്കെ ചോദിക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എവറി ജോബ് ഈസ് പ്രിപ്പയർഡ്. എന്താ ഒരു ജോലിയുടെ കൃത്യമായിട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അതിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആകാൻ വേണ്ടി പാടില്ല. ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് ഇവാലുവേഷനും അതൊന്നും കൺഫ്യൂഷൻ ആകാൻ വേണ്ടി പാടില്ല. ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എവറി ജോബ് ആണത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് നോൺ ആസ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടീസ് ഓൺ എ ഗിവൺ ജോബ്. ഒരു ജോലിയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ റിലേഷൻഷിപ്പ്, റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി എന്നിവയൊക്കെ കുറിക്കുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് വെരി യൂസ്ഫുൾ ഇൻ ജോബ് ഇവാലുവേഷൻ ബിക്കോസ് ഇറ്റ് ഡിഫൈൻ ദ ടൈറ്റിൽ ഓഫ് ദ ജോബ്, ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ്, റെസ്പോൺസിബിലിറ്റി, ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ, റിലേഷൻ വിത്ത് അതർ ജോബ്സ്, വർക്കിംഗ് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ജോലിയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് എന്താ പറയുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പാണ്. കാരണം ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നിർബന്ധമായിട്ടും എന്ത് വേണം, ജോബ് ഡിസ്ക്രിപ്ഷൻ അനിവാര്യമാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ജോബ് ഗ്രേഡിംഗ് എന്നുള്ളത്. ജോബ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഡിഫറൻറ്റ് ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് നാച്ചർ സച്ച് ആസ് ദ ക്ലറിക്കൽ, അക്കൗണ്ടിങ്, ഇങ്ങനെ പല ഒരു ആ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് കൊണ്ട് ജോലിയെ പല രീതിയിനകത്ത് ജോലിയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാകും. എന്താണ്, ക്ലറിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോബുകൾ, അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള, ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുള്ള, അങ്ങനെ പല രീതിയിനകത്തും ജോബിന് എന്ത് ചെയ്യും, ഗ്രേഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അടുത്ത ഒരു സ്റ്റെപ്പിനകത്ത് പറയുന്നത്. ദെൻ സെലക്ഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ മെത്തേഡ്. ഓക്കെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം ജോബ് ഇവാലുവേഷനകത്ത് നമ്മുടെ പല മെത്തേഡുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പം റാങ്കിങ് മെത്തേഡ്, ജോബ് ഗ്രേഡിംഗ് മെത്തേഡ്സ്, ജോബ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്, ഇതൊക്കെ ക്വാളിറ്റേറ്റീവ് മെത്തേഡിനകത്ത് വരുന്നതാണ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പോയിൻ്റ് സിസ്റ്റം മെത്തേഡ്, ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനകത്ത് വരുന്ന ജോബ് ഇവാലുവേഷൻ്റെ മെത്തേഡുകളാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗമാണ്. നമുക്ക് വരും ഭാഗങ്ങളിൽ നമുക്കതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താം, ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ അതിനകത്തിൽ ഏത് മെത്തഡാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷൻ ഓഫ് ജോബ് ഇവാലുവേഷൻ മെത്തഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് മെത്തഡാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ജോബിന്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ജോബിനകത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് മെത്തഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മോർ ദൻ വൺ മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു അച്ചീവ് പ്രിസിഷൻ. അതായത് വളരെ കൃത്യത ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു മെത്തേഡ് കൂടി വേണമെങ്കിൽ അതിനകത്ത് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. മോർ ദൻ വൺ മെത്തേഡ് നമുക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യാം, കൃത്യത ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഏഴാമത്തെയാണ് കൺസിഡറേഷൻ ഓഫ് ജോബ് ഫാക്ടേഴ്സ്. ഓക്കെ, ജോബ് ഫാക്ടേഴ്സ് പരിഗണിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ സ്റ്റെപ്പിനകത്ത് വരുന്നത്. ജോബ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം എന്താണ്, ജോബ് ഈസ് കമ്പയർഡ് വിത്ത് അതർ ജോബ് ആഫ്റ്റർ കൺസിഡറിങ് ദ ഫോളോവിങ് കീ ഫാക്ടേഴ്സ്: മാനുവൽ സ്കിൽസ്, എക്സ്പീരിയൻസ്, എഫേർട്സ്, ഇനീഷ്യേറ്റീവ്, വർക്കിംഗ് കണ്ടീഷൻ, ഇങ്ങനെയുള്ള പല പല കണ്ടീഷൻസ്, പല പല ഫാക്ടേഴ്സും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നാണ്. ദസ് ദ വെയിൻസ് ആർ അസൈൻ ഫോർ ഈച്ച് ജോബ് ഫാക്ടർ ആൻഡ് ടോട്ടൽ വെയിൻസ് അസൈൻ ടു ജോബ് ഇൻഡിക്കേറ്റ്സ് വാല്യൂ. അതായത് ഒരു ജോബിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് വെയിറ്റ് അസൈൻ ചെയ്യുന്നു, എന്നിട്ട് ആ വെയിറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിനകത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് എട്ടാമത്തെ ഇത് വരുന്നത് ജോബ് പ്രൈസിങ്. ഈച്ച് ജോബ് ഈസ് പ്രൈസ്ഡ് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് വർത്ത്. അത് നമ്മൾക്ക് ആ ജോബിന് എന്ത് ചെയ്യും, പ്രൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്.
ഇതാണ് ഇൻ റിലേഷൻ ടു ഇറ്റ്സ് വർത്ത്. അതിൻ്റെ വർത്തിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസിങ് ചെയ്യുന്നത്. ദെൻ 9ാമത്തെയാണ് എ പീരിയോഡിക്കൽ റിവ്യൂ ആൻഡ് റിവിഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഷുഡ് ബി ഡൺ. ഇറ്റ് ഹെൽപ്സ് ടു നോ ദ ഫീലിങ്സ് ഓഫ് എംപ്ലോയീസ് റിലേറ്റഡ് വിത്ത് ദ വർത്ത് ഓഫ് ദ ജോബ്സ്. അതായത് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻസൊക്കെ പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ റിവിഷൻ അനിവാര്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ഒരു അടുത്തൊരു ഇതിൻ്റെ പ്രൊസീജിയേഴ്സിനകത്ത് വരുന്ന നെക്സ്റ്റ് ഒരു ഭാഗം എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ജോബ് ഇവാലുവേഷനകത്ത് വരുന്നത്. ഇതിൻ്റെ മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് വരേണ്ടതിന് നമുക്കത് അടുത്ത ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്താം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ്, നമ്മൾ വളരെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.